പ്രതിഭ ഒരിക്കലും മങ്ങില്ല. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. പ്രതിഭ ഒരിക്കലും മങ്ങില്ല. നേരിന്റെ വിജയത്തിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാലിന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ പ്രിയദർശൻ എത്തിയിരിക്കുകയാണിപ്പോൾ. പ്രിയദർശന്റെ വാക്കുകളാണ് ഇങ്ങനെ തുടങ്ങുന്നത്. മോഹൻലാലിന്റെ തിരിച്ചുവരവ് അടുത്ത സുഹൃത്തുക്കളെയും ഏറെ സന്തോഷിപ്പിക്കുകയാണ്. നേര് മികച്ച പ്രതികരണങ്ങളുടെ പ്രദർശനം അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭ ഒരിക്കലും മങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ കൂട്ടുകാരൻ മോഹൻലാലിന്റെ വിജയത്തിൽ പ്രിയദർശനും സന്തോഷം പങ്കുവച്ചു. പ്രതിഭ ഒരിക്കലും മങ്ങില്ല. മോഹൻലാലിന്റെ കഴിവ് അന്വേഷിക്കുന്ന ജിത്തു, നിങ്ങൾ അത് ശരിയായി ഉപയോഗിച്ചു. നേരിന്റെ വിജയത്തിന് നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ്. പ്രിയദർശൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച കാര്യമാണിത്. പ്രിയദർശന്റെ വാക്കുകൾ അത്രയ്ക്കും അച്ചട്ട് തന്നെയാണ്. കാരണം ജീത്തു ജോസഫ് എന്ന സംവിധായകന്റെ കൂടി വിജയമാണിത്. ഒരു സംവിധായകൻ എങ്ങനെയാണ് ഒരു കലാകാരന്റെ പ്രതിഭാവിലാസം പൂർണ്ണമായി പുറത്തെടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്ന സിനിമ കൂടിയായി മാറുകയാണ് ജീത്തു ജോസഫിന്റെ നേര് എന്ന ചിത്രം. ലാലേട്ടനിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ കാണുവാൻ പലപ്പോഴും ഏറെ നാളുകൾ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ വീണ്ടും എടുത്തു വച്ചിരിക്കുന്ന ഒരു ശരാശരി മനുഷ്യന്റെ എല്ലാ വികാര വിചാരങ്ങളുമുള്ള പരാജയപ്പെടുന്ന, എന്നാൽ ആ പരാജയത്തിൽ നിന്ന് കുതിച്ചു മുന്നേറാൻ ശ്രമിക്കുന്ന, സടകുടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാരുടെ പ്രതീക്ഷയായ ഒരു പ്രതീകമായി മാറിയ അഡ്വക്കേറ്റ് ജയമോഹൻ എന്ന കഥാപാത്രവുമായി അദ്ദേഹം എത്തുമ്പോൾ തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് കൂടെയുള്ള എല്ലാവരും തന്നെ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ഒരു സൂപ്പർ ഹിറ്റിലേക്കുള്ള യാത്രയിലാണ്. ക്രിസ്മസ് സീസണിലെ വിന്നറായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് നേര്. പ്രിയദർശന്റെ പോസ്റ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പലരും തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അവർ നന്ദി പറയുകയും ചെയ്തു. 2.85 കോടി രൂപയാണ് ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം മോഹൻലാൽ ചിത്രം നേടിയതെന്ന വാർത്തകളാണ് കേൾക്കുന്നത്. തിയേറ്ററിലെ മൊത്തത്തിൽ ഓക്യുപ്പൻസി 54.30%. പ്രഭാത ഷോകൾക്ക് 44.90%, ആഫ്റ്റർനൂൺ ഷോകൾക്ക് 38.47%, ഈവനിംഗ് ഷോകൾക്ക് 61.53%, നൈറ്റ് ഷോകൾക്ക് 72.57% എന്നിങ്ങനെയാണ് തിയേറ്ററുകളിലെ ഒക്യുപ്പൻസി റേറ്റുകളുള്ളത്. ഇത് തന്നെ ചിത്രത്തിന്റെ വലിയ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ വർഷത്തെ വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായി ഈ ചിത്രം പയ്യെ പയ്യെ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഓൾ വേൾഡ് ചിത്രത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കളക്ഷൻ 5 കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഒരുപാട് നാളത്തെ ഹിറ്റുകളുടെ ക്ഷാമം അദ്ദേഹം ഈ ചിത്രത്തിലൂടെ വൺ ഹിറ്റാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു സാധ്യതയിലേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ഏതായാലും മോഹൻലാലിന് വരാനിരിക്കുന്ന നാളുകൾ ശുഭസൂചകമെന്നുള്ള വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. പ്രേക്ഷകരും മോഹൻലാലിനെ കൈവിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതിഭ അദ്ദേഹവും കൈവിട്ടിട്ടില്ല. അദ്ദേഹം സെലക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗംഭീരമായി കഴിഞ്ഞാൽ മലയാള സിനിമ ഏതറ്റം വരെ പോകുമെന്നതിന്റെ തെളിവ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ ബൈ.